അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്ത് വലൗകാന ലഹുന്ന ഫീ ദാലിക ഫളലുൻ ലഅമറുഹുന്ന ബിഹി വല അദിനു ലഹുന്ന ഫീഹി, എന്തെങ്കിലും ഒരു പുണ്യം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനുണ്ടായിരുന്നുവെങ്കിൽ ലഅദിനുഹുന്ന, ആ സഹാബികൾ അതിന് സമ്മതം കൊടുക്കുമായിരുന്നു. ഒരു സഹാബിയും സമ്മതം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ അബൂ ജംറത്തുൽ ഉൻദുരി റളിയല്ലാഹു അൻഹു ബഹജത്തുൻ നുഫൂസ് എന്ന വ്യാഖ്യാനത്തിൽ പറഞ്ഞത് കാണാം, ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് പൂർണ്ണമായും സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തടഞ്ഞുപോയി. എനിക്ക് വല്ലാത്ത വേദന ഉണ്ടായി. ഒരു മുസ്ലിയാർ, അയാള് ചിലപ്പോ കുറച്ച് 110 110 എന്ന് പറഞ്ഞാൽ പ്രബോധനം ദൈവത്ത് നടത്തുന്നതിന് ചില ശൈലിയുണ്ട്. നമ്മൾ പൊട്ടാ എന്ന് പറഞ്ഞിട്ടല്ല ദൈവത്ത് നടത്തേണ്ടത്, മറിച്ച് യാ ബുനയ്യ യാ ഖൗമി, അങ്ങനല്ലേ അമ്പിയാക്കളൊക്കെ എൻ്റെ ജനങ്ങളെ, എൻ്റെ കുഞ്ഞു മോനെ, ഇങ്ങനൊക്കെയല്ലേ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. പ്രബോധനത്തിന് എടാ വട്ടാന്നണ്ട പ്രബോധനം നടത്തൽ. എന്നിട്ടുള്ള എല്ലാ ആലിമീങ്ങളെയും ശഹീദന്മാരെയും നിസ്സാരപ്പെടുത്തിയിട്ട് ഞാൻ മാത്രം തിരിയുന്ന ആൾ എന്നുള്ള ശൈലിയിൽ ആരും പ്രബോധനം നടത്താൻ പാടില്ല. ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പിന് എനിക്ക് ഈ ഫോണിലുണ്ട്. അയാൾ പറയുന്നത് 10 കൊല്ലം കഴിഞ്ഞാൽ സുന്നികൾ മുഴുവനും പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോകും, എഴുതി വെച്ചോളൂ, അത് നടന്നിട്ടില്ലെങ്കിൽ എൻ്റെ കാത് മുറിച്ചോളൂ. അപ്പൊ 10 കൊല്ലം അയാൾ ജീവിക്കുന്ന അയാൾ എങ്ങനെയാ പറയാ? ഇയാളെ കാത് മുറിക്കണേ 10 കൊല്ലം ജീവിക്കുന്നു ഗ്യാരണ്ടി കിട്ടണ്ടേ അയാൾ എങ്ങനെയാ അത് പറയാ? ഇതേപോലെ 10 കൊല്ലം കൊണ്ട് സുന്നികൾ പള്ളിയിലേക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്ന അയാൾ എങ്ങനെയാ പറയാ? ഇവിടെ ഈ മുജാഹിദ് പ്രസ്ഥാനം വന്നിട്ട് എത്ര കൊല്ലമായി പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ബുദ്ധിയും ഇവരുള്ള ഒരൊറ്റ പെണ്ണിന് വരെ പോയിട്ടുണ്ടോ? അത് പോവില്ല. അയാൾ അങ്ങനെ പ്രഖ്യാപിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ഒരൊറ്റ പെണ്ണും പള്ളിയിലേക്ക് പോവില്ല, യാതൊരു സംശയവും വേണ്ട. എങ്ങനെ അവർ പോകും? അവർ വിശ്വസിച്ചത് അശ്ഹദു അന്ന മൗലവി റസൂലുള്ളാഹ് എന്നല്ല, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. അല്ലാഹ് പറഞ്ഞേച്ചാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയാണ് പറഞ്ഞു ഉബയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്. ആ നബി തങ്ങളെ ധിക്കരിക്കുന്ന സ്ത്രീകൾ മാത്രമേ പള്ളിയിൽ ജുമാ ജമാഅത്തിന് വേണ്ടി പോവുള്ളൂ, യാതൊരു സംശയവും ഇല്ല. അത് ആ ഹദീസ് സ്വീകാര്യോഗ്യമാണെന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ല. എല്ലാ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗും ഒക്കെ ഒരുപോലെ ബഹുമാനിക്കുന്ന പണ്ഡിതനാണ് അവർ ശൈഖുൽ ഇസ്ലാം എന്ന് എപ്പോഴും പറയുന്ന ഇബ്നു തൈമിയ്യ. അദ്ദേഹം വരെ ആ ഹദീസിനെ സംബന്ധിച്ച് പറഞ്ഞു മുത്തഫഖുൻ അലൈഹി എന്നാണ്. ആ ഹദീസ് മുത്തഫഖുൻ അലൈഹിക്ക് രണ്ടർത്ഥമാണ്. ഒന്ന് തർക്കമില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഹദീസ്, വേറൊരർത്ഥം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. അത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, അത് അബൂദാവൂദിലാണ് ഹദീസിലുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് അബദ്ധം പറ്റിയതാവും. പക്ഷേ മുത്തഫഖുൻ അലൈഹി എന്ന് ഭാഷാർത്ഥത്തിൽ പറയുന്നതിന് കുഴപ്പമില്ല, അതിൽ തർക്കമില്ലാത്ത ഹദീസാണ്, സഹീഹായ ഹദീസാണ്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈറ്. അതുകൊണ്ട് തന്നെ സഹോദരിമാരെ, ഇവിടെ പള്ളി ഉദ്ഘാടനം ചെയ്തു. നിങ്ങളാരും പള്ളിയിൽ ജുമയും ജമാഅത്തും നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിലും പോകണ്ട. അതേസമയത്ത് പുരുഷന്മാർ അവർ പള്ളിയിൽ വരണം. ഖുർആൻ പറഞ്ഞു റിജാലുൻ, പള്ളിയിൽ പുരുഷന്മാരുണ്ട് എന്ന്. പുരുഷന്മാരുണ്ട് പള്ളിയിൽ. എങ്ങനെയുള്ള പുരുഷന്മാർ? ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും അല്ലാഹുവിന്റെ ദിക്റിൽ നിന്നും ഒരു കച്ചവടവും ഒരു പരിപാടിയും അവരെ തടയുന്നില്ല. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഉദുവി വൽ ആസാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും എപ്പോഴും അവിടെ വെച്ചതാ നിസ്കാരം നിർവഹിക്കുന്നു. ആര്? റിജാലുൻ, പുരുഷന്മാർ. ഖുർആനിന്റെ പ്രയോഗമാണത്. അവിടെ അല്ലാഹുവിനെ നാസ് എന്ന് പറയാൻ അറിയാഞ്ഞിട്ടല്ല, നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ എന്നാണ്. അപ്പോൾ അതിലാണും പെണ്ണും പെട്ടുപോകും. അതുകൊണ്ടാണ് ആണ് മാത്രം പെടണം. അതുകൊണ്ടാണ് അല്ലാഹു തആല റിജാലുൻ, പുരുഷന്മാരെന്ന് പറഞ്ഞത്. പള്ളിയിൽ നിസ്കരിക്കുന്നവർ പുരുഷന്മാരാണ്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാഹ്, നിസ്കാരം നിർവഹിക്കുന്നതിൽ നിന്ന് അവരെ ഒന്നും തടയുന്നില്ല. സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്ന് അവരെ ഒന്നും തടയുന്നില്ല. ഹൃദയം പടക്കുന്ന ദിവസം, കണ്ണുകൾ പടക്കുന്ന ദിവസം, ഖിയാമത്ത് നാള്, ആ ഖിയാമത്ത് നാളിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന പുരുഷന്മാർ പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിക്കുന്നുവെന്ന് ഖുർആൻ. ഈ പള്ളി ഉദ്ഘാടനം ചെയ്ത് നമ്മൾ പോകുന്നു. നാളെ രാവിലെ സുബഹിക്ക് എത്ര ആളുണ്ട് എന്ന് വിളിച്ചു ചോദിക്കുമ്പോ അവിടെയാണ് നിങ്ങളുടെ മതബോധം വ്യക്തമാകേണ്ടതെന്ന് ഇതിന്റെ പരിസരത്തുള്ള യുവാക്കളോട്,
പരിസരത്തുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, സുബ്ഹിന്റെ ജമാഅത്താണ് ഏറ്റവും ബഹുമാനമുള്ള ജമാഅത്ത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അതേ ഒരാൾ സുബ്ഹിക്ക് കാണാത്തത് കൊണ്ട് ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഉമ്മാന്റെ മറുപടി, അയാൾ ഇന്നലെ രാത്രി എൻ്റെ മോന് നീണ്ട നിസ്കാരം നിസ്കരിച്ച് അങ്ങനെ ഉറക്കൊഴിച്ചിട്ട് ഉറങ്ങിപ്പോയതാണ്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മറുപടി, രാത്രി മുഴുവനും നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം സുബ്ഹിന്റെ ജമാഅത്തിന് പങ്കെടുക്കലാണ്. സുബ്ഹിക്ക് പള്ളിയിൽ വരണം, അതുപോലെ ജമാഅത്തിന് ഇശായിന് പള്ളിയിൽ വരണം. മറ്റുള്ള ജമാഅത്തിന് വരണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം. പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ എത്ര ഇരട്ടിയാ? സാധാരണ 27 ഇരട്ടി എന്നാ പറയുന്നത്. ഞാൻ പറയട്ടെ 70 ഇരട്ടി അധികം ഇരട്ടിയാ. അങ്ങനെയാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ വിവരിച്ചത്. അപ്പോൾ 27 എന്ന് പറഞ്ഞാൽ അതിനെതിരല്ല. അപ്പോൾ എത്രയോ ഇരട്ടി കൂലി കിട്ടും പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചാൽ. പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കണം, അതിനാ പറഞ്ഞു പള്ളി. ഹയ്യ അല സലാഹ്, അള്ളാഹിന്റെ പ്രതിനിധിയാ വിളിക്കുന്നത്, നിസ്കരിക്കാൻ വരൂ. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അള്ളാഹ് വലിയവനാണ്, നീ വന്നാലും വന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ വിജയത്തിനാണ് വിളിക്കുന്നത്, വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുമ്പോൾ അത് കേട്ടില്ലെന്ന് നടിക്കരുത്. പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കണം. സ്ത്രീകളോട് നബി തങ്ങൾ പറഞ്ഞു, ബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ഖൈർ. ആ ഖൈറും വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരം ഉറക്കേക്കാൾ ഖൈറാണ് എന്ന് രാവിലെ വിളിച്ചു പറയും. അപ്പോൾ ഒരുത്തൻ ചോദിക്കുകയാണ്, ഉറക്കേക്കാൾ ഖൈറാന്നല്ലേ പറഞ്ഞു, ഉറങ്ങിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ചോദിക്കാൻ പാടില്ല. വീടാണ് ഖൈർ തന്നെ, ആ വീട് തന്നെ പരിഗണിക്കണം സ്ത്രീകൾക്ക്. ഇവിടെ ഇസ്ലാം ദീന് പറയുന്നത് മൗലവിമാരല്ല, മുസ്ലിയാമാരും അല്ലാതെ ഞാൻ പറഞ്ഞാൽ കിളിപ്പാക്കണ്ട. മുസ്ലിയാമാർക്കും സ്വന്തം പറയാൻ അധികാരമൊന്നുമില്ല. ഇമാമിങ്ങൾ പറഞ്ഞ് നോക്കി പറയാനുള്ള അധികാരമുള്ളൂ. അല്ലാതെ ഓരോ മൊയ്ലിയാർക്കും ഓരോന്ന് പറയാൻ അധികാരമൊന്നുമില്ല. ഇമാമിങ്ങൾ പറഞ്ഞ് നോക്കി പറയണം, അതിനേ അധികാരമുള്ളൂ. സുഹൃത്തുക്കളെ, അവിടെ ഇമാമിങ്ങൾ മുഴുവനും പറഞ്ഞത് എന്താണ്? നബിതങ്ങൾ പറഞ്ഞത് എന്താണ്? സഹാബത്ത് പഠിപ്പിച്ചത് എന്താണ്? സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വീട്. അതുകൊണ്ടാണ് ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, മദീനത്തെ പള്ളി 1,00,000 ഇരട്ടി കൂലി കിട്ടുന്ന പള്ളിയാണ്. ആ പള്ളിയിലെ ഇമാമ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മഅ്മൂമീങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു പോലത്തെ മഹാന്മാരാണ്. ആ പള്ളിയിൽ ജമാഅത്തിന് വരാൻ വല്ലാത്ത താല്പര്യം ഒരു സഹാബിയത്തായ വനിത ഉമ്മു ഹുമൈദിൻ സഈദ് റളിയല്ലാഹു അൻഹാ നബി തങ്ങളെ വന്നിട്ട് അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, എനിക്ക് തങ്ങളെ കൂടെ നിസ്കരിക്കാൻ വല്ലാത്ത താല്പര്യം നബിയേ. അള്ളാഹിന്റെ റസൂല് സമ്മതം കൊടുത്തില്ല. വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമമെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ, നിങ്ങൾക്ക് ഖൈർ നിങ്ങളെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ്. ഇവിടെ പള്ളിയിൽ പുരുഷന്മാർ വരണം. لا تتمنوا ما فضل الله بعضكم على بعض للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبوا. ഖുർആനാണ്. ആണുങ്ങൾക്ക് ചിലതൊക്കെ അല്ലാഹ് കൊടുത്തിട്ടുണ്ട്, അത് പെണ്ണുങ്ങൾ നോക്കി മോഹിക്കണ്ട. പെണ്ണുങ്ങൾക്ക് ചിലതൊക്കെ അല്ലാഹ് കൊടുത്തിട്ടുണ്ട്, അത് ആണുങ്ങളും നോക്കി മോഹിക്കണ്ട. എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ കുറെ പൊന്നുണ്ട്, അത് കണ്ടിട്ട് എനിക്കും കഴുത്തിൽ പൊന്നിൻ്റെ മാലയിടണമെന്ന് ഞാൻ ആഗ്രഹിക്കണ്ട. അത് അവൾക്കല്ല കൊടുത്തതാണ്, എനിക്കത് അനുവദിച്ചിട്ടില്ല. ഇതേപോലെ സുബ്ഹാനല്ലാഹ്, ഞാൻ ചിലപ്പോൾ കേരള യാത്രയിൽ പങ്കെടുത്ത് റോട്ടുമ്മലൂടെ ഇങ്ങനെ കൊടിയും പിടിച്ച് ഞാൻ ജാഥ നടത്തും. അത് കണ്ടിട്ട് എൻ്റെ ഭാര്യ എനിക്കും ഒരു ജാഥ നടത്തണമെന്ന് ആഗ്രഹിക്കണ്ട. ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം മുസ്ലിം സഹോദരിമാർ. മറ്റുള്ള മതക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവർ ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരോട് ഇസ്ലാമിൻ്റെ നിയമം പറയുന്നതിന് അർത്ഥമില്ലല്ലോ. നമ്മളൊരിക്കലും കൃഷ്ണനോട് നിസ്കരിക്കണമെന്ന് അത് പറയാറില്ല, അതേപോലെ തന്നെ രാമനോട് നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറയാറില്ലല്ലോ, അതേപോലുള്ള കാര്യം പറയാറില്ലല്ലോ. അതേസമയം മുസ്ലിമീങ്ങളാണോ അവരോട് പറയാനുണ്ട്, നിങ്ങളെ ഭാര്യമാരെ റോട്ടിലിറക്കി നിങ്ങൾ മുദ്രാവാക്യം വിളിപ്പിക്കരുത്. ആണുങ്ങളെ കൂടെ തൊട്ടുരുമിയിട്ടുള്ള വിജയാഹ്ലാദങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിനുവേണ്ടി അതാ പെണ്ണുങ്ങൾ രംഗത്തിറങ്ങിയുള്ള പരിപാടി ഉണ്ടല്ലോ, പച്ച ഹറാമാണ്.
വമഫാസിദു ഖുറൂജിഹിന്നല്ലാന മുഹഖഖത്തുൻ. സ്ത്രീകൾ ആവശ്യമില്ലാതെ വീട്ടിൽ നിന്നിറങ്ങുന്നതിനാലുള്ള നാശം അത് വളരെ ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് തഖിയുദ്ദീൻ ഹുസൈനി റളിയല്ലാഹു അൻഹു കിഫായത്തുൽ അഖ്യാർ എന്ന കിതാബിൽ പറയാണ്, അതിനാൽ അതാ അൽ ജസ്മു ബിത്തഹ്രീം, ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പരസ്യമായി അനാവശ്യത്തിന് പുറത്തിറങ്ങി പോകുന്നത് തന്നെ ഹറാമാണെന്ന് പറയൽ നിർബന്ധമാണ്. വൽ ഫത്വാ ബിഹി, അങ്ങനെ ഫത്വ കൊടുക്കേണ്ടതുമാണ്. അതാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവൽ കുബ്രയിൽ ഉദ്ധരിച്ചിട്ട് എന്തൊരു നല്ല വാചകമാണ് ഈ പണ്ഡിതൻ പറഞ്ഞതെന്ന് ഉണർത്തിയത്. അതുകൊണ്ട് പറയട്ടെ സ്ത്രീകളെ, നിങ്ങൾ റോട്ടുമ്മിലിറങ്ങി അന്യപുരുഷന്മാരുടെ കൂടെ മുദ്രാവാക്യം വിളിക്കല്ലേ, ജയ് വിളിക്കല്ലേ, ഇറങ്ങി പ്രകടനം നടത്തല്ലേ. മനുഷ്യർക്കൊപ്പം എന്നല്ലേ മുലിയാര് പറഞ്ഞത്. കുറെ മനുഷ്യന്മാർ ഇവിടുന്ന് തുള്ളുന്നുണ്ടല്ലോ, ഞാനും തുള്ളട്ടെ എന്ന് വിചാരിക്കല്ലേ. നമ്മൾ മതപരമായ വിഷയത്തിൽ ഏതെങ്കിലും മനുഷ്യർക്കൊപ്പം നിൽക്കാനുള്ളവരല്ല. നമ്മൾ ഫാത്തിഹയിൽ ഓതുന്നത് ഓർമ്മിക്കണം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. മഹാന്മാര് നടന്ന വഴിയിൽ നടക്കണം, അവരെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം. അതാണ് സുന്നത്ത് ജമാഅത്ത്, അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങിയ മൗലവിമാരുണ്ടല്ലോ, അള്ളാന്റെ റസൂൽ നമ്മളെപ്പോലത്തെ ഒരു കേവല മനുഷ്യനാണെന്ന് പറയുന്നവർ, ബുദ്ധിയുണ്ടെങ്കിൽ അത് പറയാനൊക്കുമോ? അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, പോകുന്നു. അതേ ജിബ്രീലിന്റെ ശബ്ദം നബി തങ്ങൾ കേൾക്കുന്നു, തൊട്ടടുത്തിരിക്കുന്ന വേറെ സഹാബികൾ കേൾക്കുന്നില്ല, അവര് കാണുന്നില്ല. നബി തങ്ങളുടെ കാഴ്ച സാധാരണയാണോ? കേൾവി സാധാരണയാണോ? അറിവ് സാധാരണയാണോ? അവിടുത്തെ മഹത്വം സാധാരണയാണോ? അവിടുന്ന് തന്നെ പറഞ്ഞ ഹദീസ് ബുഖാരിയിലില്ലേ, ഇന്നി ലസ്തു മിഥിലക്കും, ഞാൻ നിശ്ചയം നിങ്ങളെ പോലെയല്ല. ഇന്നി ലസ്തു കഅഹദിൻ മിൻകും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ട് അത് അംഗീകരിക്കാതെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെപ്പോലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കക്ഷികൾ ഇസ്ലാമിന്റെ വിരോധികളില്ലെങ്കിൽ പിന്നെ വിരോധികൾ ആരാണ് സുഹൃത്തുക്കളെ? അത്തരം കക്ഷികൾ പറയുന്ന പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ഏർപ്പാടോ, പെണ്ണിനെ രംഗത്തിറക്കിയിട്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്ന ഏർപ്പാടോ, അതൊന്നും മുസ്ലിമീങ്ങൾ പിന്തുടർന്ന് അവനവന്റെ ആഖിറം നഷ്ടപ്പെടുത്തല്ലേ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യ എന്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയെ ഞാൻ പള്ളിയിലേക്ക് അയക്കൂല, പ്രകടനത്തിന് അയക്കൂല. അതേ സമയത്ത് വോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞേക്കും. വോട്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടെ നിന്ന് ID നോക്കിയിട്ട് അവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ നിന്റെ മുഖമക്കനെ ഒന്ന് പൊക്കണമെന്ന് പറഞ്ഞാൽ പൊക്കിക്കോളൂ എന്ന് ഞാൻ പറയും. അവിടെ ആവശ്യത്തിനാണ്. അതേസമയം ഉദിനലക്കുന്നലി ഹവായിജിക്കുന്ന, ആവശ്യത്തിന് പുറത്തു പോകുന്നത് അനുവദിച്ചു എന്നാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. എവിടെയാ പറഞ്ഞതെന്നറിയോ? നബി തങ്ങളെ ഭാര്യ അതാ ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് പോയപ്പോ അതേ സൗദ ബീവിയാണ് പോയത്. ആ സൗദ ബീവിക്ക് കുറച്ച് നീളം കൂടുതലുണ്ട്. ആ സൗദ ബീവിയെ ഉമർ ഇബ്നു ഖത്താബിന് മനസ്സിലായി. ശരിക്കും മുഖം മൂടിയൊക്കെ ധരിച്ചാണ് പോകുന്നതെങ്കിലും പഴയകാലത്ത് ആ നിയമം വരുന്നതിന് മുമ്പ് ആണും പെണ്ണും ഇടകലരുന്നതിന് തെറ്റില്ലെന്നും, ആണും പെണ്ണും പള്ളിയിൽ പോകുന്നതിന് തെറ്റില്ലെന്നും, ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തെറ്റില്ലെന്നും, അങ്ങനെയായിരുന്നു ഇസ്ലാമിന്റെ ആദ്യകാലം. അത് നിങ്ങൾക്കറിയാമല്ലോ. ആദ്യകാലത്ത് കള്ളുകൂടി ഹറാമാക്കിയിട്ടില്ലല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ സൗദ ബീവിയെ കണ്ട ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സൗദ ബീവി അതാ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ കണ്ടു. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് വിളിച്ചു പറഞ്ഞു, യാ സൗദ അറഫ്നാകി, യാ സൗദ, സൗദ നിന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കൈഫ തഖ്റുജി, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെ? വീട്ടിലിരിക്കുകയല്ലേ വേണ്ടത്? അത് കേട്ട് തിരിച്ചു വന്ന സൗദ ബീവി നബിതങ്ങളോട് വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞതാണ്, ഉദിനലകുന്നലി ഹവായിജിക്കുന്ന, നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾക്ക് പുറത്തു പോകാൻ അനുമതിയുണ്ട്.
ആവശ്യമില്ലാത്ത പുറത്തു പോകലും ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളിൽ നിന്നുണ്ടാകരുതേ. ഞാനിത് പറയുമ്പോൾ അങ്ങനെ പോയ ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് വിഷമം വേണ്ട, അള്ളാഹു അവർക്ക് മാപ്പ് കൊടുക്കട്ടെ, അവരെയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ. തെറ്റ് എന്താണെന്ന് പഠിച്ചത് ആലിമീങ്ങളല്ലേ, അവരിന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കൽ അവരെ ബാധ്യതയല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കിണറ്റിൽ വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വിഷം ചേർത്ത വെള്ളം ജനങ്ങൾ കുടിക്കുമ്പോ കുടിക്കല്ലേ എന്ന് പറയേണ്ടത് അതിനെക്കുറിച്ച് വിവരമുള്ളവരല്ലേ. ഇതുപോലെ നരകത്തിലേക്ക് നമ്മൾ സ്ത്രീകളെ കൊണ്ടുപോകുമ്പോ അതിൽ പങ്കെടുക്കല്ലേ എന്ന് പറയേണ്ടത് നരകത്തിലേക്കുള്ള റൂട്ടാണെന്ന് പഠിച്ച പണ്ഡിതന്മാരല്ലേ. അതുകൊണ്ട് അതാ കേരളത്തിലുള്ള എല്ലാ ഖാദിമാരോടും എല്ലാ ഖതീബുമാരോടും ഞാൻ ഉണർത്തുന്നു, ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങളെ മഹല്ലത്തുകളിൽ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിയമം നന്നായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട നിയമമുണ്ട് നിങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്, നമ്മളെ ശമ്പളം ഹലാലാകണ്ടേ, ദീനിന്റെ കാര്യം തുറന്ന് പറയണ്ടേ. അത് മൂടി വെച്ചാൽ അൽജമഹുല്ലാഹു ബിലിജാമിൻ മിനന്നാർ, തീനാലുള്ള ചങ്ങല കൊണ്ട് അലിമീങ്ങളെ ചങ്ങലക്കിടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നമ്മൾ ദീനനുസരിച്ച് ജീവിക്കണം. ദീന് വിട്ടുകൊണ്ട് നമുക്ക് ഒരു പരിപാടി ഉണ്ടാകാൻ പാടില്ല. ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചില്ലെങ്കിലും എന്തായാലും, അതാണ് ഞാൻ ഇന്നലത്തെ പ്രസംഗത്തിൽ മനുഷ്യർക്കൊപ്പം നിന്നാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞത്. ഏതെങ്കിലും മനുഷ്യന്മാർക്കൊപ്പം നിന്നാലും നിന്നില്ലെങ്കിലും അള്ളാഹിന്റെ ദീന് വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയും മുസ്ലിമീങ്ങൾക്ക് പറ്റൂല. അതിൽ നല്ല ജാഗ്രത പുലർത്തണം മുസ്ലിമീങ്ങൾ എന്ന് ഞാൻ ഉണർത്തുകയാണ്.